ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം നവമോധ്യായഃ. 9-ാമത്തെ അധ്യായത്തിൽ അതിഭീഷണനായി നിലകൊള്ളുന്ന നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കുമാറ് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് പ്രഹ്ലാദൻ ചെയ്ത സ്തുതിവചനമാണ്. 1-ാമത്തെ ശ്ലോകം. ഏവം സുരാദയഃ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാഃ ന ഉപേതും അശക്യത് മന്യുസംരംഭം സുദുരാസദം. ഏവം ഇങ്ങനെ ബ്രഹ്മരുദ്രപുരസ്സരാഃ ബ്രഹ്മാവും ശ്രീരുദ്രനും പ്രമുഖരായുള്ള സുരാദയഃ ദേവാദികൾ സർവേ എല്ലാവരും മന്യുസംരംഭം കോപം കൊണ്ടുള്ള ആവേശത്തോടുകൂടി സുദുരാസദം അടുപ്പിക്കില്ല എന്ന രീതിയിൽ, ആരെയും അടുപ്പിക്കില്ല എന്നതുപോലെ അല്ലെങ്കിൽ ഭീഷണമായിട്ടിരിക്കുന്ന ആ നരസിംഹമൂർത്തിയെ ഉപേതും സമീപിക്കുവാൻ ന അശകൻ ശക്തരായില്ല. ബ്രഹ്മാദികളൊക്കെ കുറച്ചു ദൂരെ നിന്നിട്ട് ഭഗവാനോട് തങ്ങളുടെ ആശ്വാസവചനങ്ങൾ പറഞ്ഞ് സ്തുതിച്ചെങ്കിലും അടുത്തു പോകാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. അങ്ങനെ ഒരു പരീക്ഷണം എന്ന നിലയിൽ ലക്ഷ്മീദേവിയെ വരുത്തി ലക്ഷ്മീദേവിയോട് ഭഗവാനെ ഒന്ന് ശാന്തനാക്കാൻ പറഞ്ഞെങ്കിലും ലക്ഷ്മീദേവിയും തനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. 2-ാമത്തെ ശ്ലോകം. സാക്ഷാത് ശ്രീഹി പ്രേഷിത ദേവൈഹി ദൃഷ്ട്വാ തന്മഹത് അദ്ഭുതം അദൃഷ്ട അശ്രുതപൂർവത്വാത് സാ ന ഉപേയായ ശങ്കിത. സാക്ഷാത് ശരിക്കും ശ്രീ ലക്ഷ്മീദേവി തന്നെ ദേവൈഹി പ്രേഷിത ദേവന്മാരാൽ അയക്കപ്പെട്ടു എങ്കിലും സാ ആ ദേവി അദൃഷ്ട അശ്രുതപൂർവത്വാത് താൻ മുമ്പൊരിക്കലും കാണാത്തതും കേൾക്കാത്തതുമാകയാൽ മഹത് അദ്ഭുതം ഏറ്റവും അമ്പരപ്പുണ്ടാക്കുന്ന തത് ദൃഷ്ട്വ ആ രൂപത്തെ കണ്ടിട്ട് ശങ്കിത ആശങ്കപ്പെട്ടിട്ട് ന ഉപേയായ അടുത്തു ചെന്നില്ല. അവസാനം ബ്രഹ്മാവിന് തോന്നി നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ ഭക്തനായ പ്രഹ്ലാദന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ പ്രഹ്ലാദനോട് പറയുന്നു. 3-ാമത്തെ ശ്ലോകം. പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതം അന്തികേ താതാ പ്രശമയ ഉപേഹി സ്വപിത്രേ കുപിതം പ്രഭും. ബ്രഹ്മാവ് അന്തികെ അവസ്ഥിതം തൻ്റെ അരികിൽ നിന്നിരുന്ന പ്രഹ്ലാദനെ പ്രേഷയാമാസ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് അയക്കുന്നതിന് മുൻപേ പറയുകയാണ്, ഹേ താത്ത, കുഞ്ഞെ ഉപേഹി അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലൂ. നിന്റെ അച്ഛൻ്റെ സ്വപിത്രേ കുപിതം നിന്റെ അച്ഛൻ്റെ നേർക്ക് ഉണ്ടായ ആ കോപം ഇപ്പോഴും ഭഗവാന് തീർന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രഭും ആ പ്രഭുവിനെ പ്രശമയ സമാധാനിപ്പിക്കൂ. 4-ാമത്തെ ശ്ലോകം. തഥാ ഇതി ശനകൈഹി രാജൻ മഹാഭാഗവതഃ അർഭകഃ ഉപേത്യ ഭുവി കായേന നനാമ വിധൃത അഞ്ജലിഹി. ഹേ രാജൻ, രാജാവേ യുധിഷ്ഠിര, മഹാഭാഗവതഃ അർഭകഃ ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ബാലൻ ആ പ്രഹ്ലാദൻ തഥാ ശരി അങ്ങനെയാകാം ഇതി എന്ന് സമ്മതിച്ച് വിധൃത അഞ്ജലിഹി കൈകൂപ്പിപ്പിടിച്ചുകൊണ്ട് ശനകൈഹി ഉപേത്യ സാവകാശത്തിൽ അടുത്ത് ചെന്നിട്ട് ഭുവി ആ ഭൂമിയിൽ കായേന നനാമ ദണ്ഡ നമസ്കാരം ചെയ്തു. ആദ്യം തന്നെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് തൊട്ടടുത്ത് വെച്ച് ഭൂമിയിൽ വടി പോലെ അങ്ങ് കിടന്നു നമസ്കരിച്ചു. പ്രഹ്ലാദൻ
ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ തന്നെ ഭഗവാൻ ഒന്ന് ശാന്തനായി. 5-ാമത്തെ ശ്ലോകം. സ്വപാദമൂലേ പതിതം തം അർഭകം വിലോക്യ ദേവഃ കൃപയാ പരിപ്ലുതഃ ഉത്ഥാപ്യ തത് ശീർഷ്ണി അദധാത് കരാംബുജം കാലാഹി വിത്രസ്തധിയാം കൃത അഭയം. ഇങ്ങനെ സ്വപാദമൂലെ തന്റെ തൃക്കാലടിയിൽ പതിതം വീണു വണങ്ങിയ തം അർഭകം ആ ബാലനെ വിലോക്യ കണ്ടിട്ട് കൃപയാ പരിപ്ലുതഃ കരുണയാൽ ആർദ്രതയാർന്ന ദേവഃ ഭഗവാൻ അവനെ ഉത്ഥാപ്യ പിടിച്ചെഴുന്നേൽപ്പിച്ച് തത് ശീർഷ്ണി അവന്റെ ശിരസിൽ തന്റെ കരകമലത്തെ വെച്ച് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഇനി ആ കരകമലത്തെയാണ് വർണ്ണിക്കുന്നത്. കാലാഹി വിധ്വസ്തധിയാം കാലമാകുന്ന സർപ്പത്തിൽ നിന്ന് ഭയന്നിരിക്കുന്ന ബുദ്ധിയോടുകൂടിയവർക്ക് കൃത അഭയം അഭയത്തെ അരുളുന്ന കരാംബുജം കരകമലത്തെ അദധാത് അവിടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. തൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച ആ ബാലന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് നരസിംഹമൂർത്തി ആദ്യം ചെയ്തത്. ഭഗവാന്റെ തൃക്കര സ്പർശത്താൽ എന്തെങ്കിലും പ്രഹ്ലാദന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരഴുക്ക് ബാക്കിയുണ്ടെങ്കിൽ അതും ഇല്ലാതായി എന്നാണ്. 6-ാമത്തെ ശ്ലോകം. സഹ തത്കരസ്പർശധുത അഖില അശുഭഃ സപതി അഭിവ്യക്ത പരാത്മദർശനഃ തത്പാദപത്മം ഹൃദി നിർവൃതോ ദധൗ ഹൃഷ്യത്തനുഃ ക്ലിന്നഹൃത് അശ്രുലോചനഃ. സഹ ആ ബാലൻ തത് കരസ്പർശധുതം ഭഗവാന്റെ കരസ്പർശത്താൽ നിശേഷം നീങ്ങിപ്പോയ അഖില അശുഭം അശുഭ സംസ്കാരത്തോടു കൂടിയവനും സപതി തൽക്ഷണം തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിയുള്ള എല്ലാ അശുഭ സംസ്കാരവും നീങ്ങിയപ്പോൾ തന്നെ അഭിവ്യക്ത പരാത്മദർശനഃ സാക്ഷാത്കരിക്കപ്പെട്ട ജീവബ്രഹ്മൈക്യ വിജ്ഞാനത്തോടുകൂടിയവനും അതുകൊണ്ട് തന്നെ നിർവൃതഃ ആത്മാനന്ദത്തിൽ മുഴുകിയവനുമായിട്ട് ഹൃഷ്യത്തനുഹു രോമാഞ്ചിതഗാത്രനായും ക്ലിന്നഹൃത് പ്രേമാർദ്രചിത്തനായും അശ്രുലോചനഃ ആനന്ദബാഷ്പം നിറഞ്ഞ കണ്ണിണയോടുകൂടിയവനായും ഭവിച്ച് തത്പാദപത്മം ഭഗവാന്റെ ആ തൃപ്പാദ കമലത്തെ ഹൃദി ദധൗ തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ അങ്ങ് ധരിച്ചു, അത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു. ഭഗവാന്റെ കരസ്പർശത്താൽ തന്നെ പ്രഹ്ലാദൻ ജീവൻ മുക്ത അവസ്ഥയിലായിത്തീർന്നു. അസ്തൗഷീത് ഹരിം ഏകാഗ്രമനസ സുസമാഹിതഃ പ്രേമഗദ്ഗതയാ വാച തത് ന്യസ്ത ഹൃദയേക്ഷണഃ. തന്യസ്ത ഹൃദയേക്ഷണഃ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച ഹൃദയത്തോടും ഈക്ഷണഃ ദൃഷ്ടിയോടും കൂടിയ ആ ബാലൻ പ്രഹ്ലാദൻ സുസമാഹിതഃ ശരിക്കും ഭാവസമാധിയിലിരുന്നു കൊണ്ട് ഏകാഗ്രമനസ ഭഗവാനിൽ തന്നെ ഊന്നിയ മനസ്സോടെ പ്രേമ ഗദ്ഗതയാ പ്രേമഭക്തിയാൽ ഇടറുന്ന കണ്ഠത്തോടുകൂടിയ വാച വചനത്താൽ ഹരിം അസ്തൗഷീത് നരസിംഹമൂർത്തിയെ സ്തുതിച്ചു. ഇനിയുള്ള 43 ശ്ലോകങ്ങളിലായിട്ട് പ്രഹ്ലാദ സ്തുതിയാണ്. അതും ശ്രീ നരസിംഹ കൃപാ കടാക്ഷം തനിക്ക് സിദ്ധിച്ചതുപോലെ എല്ലാവർക്കും സിദ്ധിക്കുമാറാകണം എന്ന ആശയത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സ്തുതി പ്രഹ്ലാദൻ ചെയ്തത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മാദികൾക്ക് പോലും സാധിക്കാത്തത് അസുരവംശത്തിൽ പിറന്ന എനിക്ക് സാധിക്കുമോ എന്നറിയില്ല എന്നൊരു സംശയത്തോടു കൂടെയാണ് പ്രഹ്ലാദൻ സ്തുതി ചൊല്ലിത്തുടങ്ങുന്നത്. പ്രഹ്ലാദ ഉവാച 8-ാമത്തെ ശ്ലോകം. ബ്രഹ്മാദയഃ സുരഗണാഃ മുനയഃ അധ സിദ്ധാഃ സത്വ ഏകതാനമതയോ വചസാം പ്രവാഹൈഃ ന ആരാധിതും പുരുഗുണൈഃ അധുനാ അപി വിപ്രുഃ കിം തോഷ്ടും അർഹതി സഹ മേ ഹരിഃ ഉഗ്രജാതേഃ. അസുരവംശജനായ താൻ തമോഗുണിയല്ലേ എന്നൊരു സംശയം
പ്രഹ്ലാദനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സത്വ ഏകതാനമതയ, സത്വഗുണത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ബുദ്ധിയോടുകൂടി വർത്തിക്കുന്ന ബ്രഹ്മാദയ സുരഗണാഹ, ബ്രഹ്മാദികളായ ദേവഗണങ്ങളും മുനയ, മനനശീലരായ ഋഷികളും അധ മാത്രമല്ല സിദ്ധാഹ, വിജ്ഞാനികളും വചസാം പ്രവാഹൈഹി, സ്തുതിവചനങ്ങളുടെ ധാരാപ്രവാഹങ്ങളാലും പുരുഗുണൈഹി, മഹനീയ ഗുണങ്ങളാലും യാതൊരു ഭഗവാനെ ആരാധിതും പ്രസാദിപ്പിക്കുവാൻ ഇത്രയും ശ്രേഷ്ഠരായ അവർക്ക് പോലും അധുനാഭിനപിപ്രുഹു, ഇതേവരെ അവർ പോലും തികച്ചും ശക്തരായിട്ടില്ലയോ? അങ്ങനെയുള്ള സഹ ഭഗവാൻ ശ്രീഹരി ഉഗ്രജാതേഹേ, അധമവർഗത്തിൽ ആസുരിക വർഗത്തിൽ ജനിച്ചമേ എനിക്ക് തോഷ്ടും അർഹതയ്ക്കും പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമോ എന്തോ, എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ ഭഗവാനെ? എന്നാൽ അടുത്ത ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ ഒരു ഭക്തന്റെ ഭക്തിയെ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് ഗജേന്ദ്രന്റെ ഉദാഹരണം പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം. മന്യേ ധനാഭിജന രൂപ തപശ്രുതൗജസ്തേജ പ്രഭാവബല പൗരുഷ ബുദ്ധിയോഗാഹ ന ആരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ധന അഭിജന രൂപ തപഃ ശ്രുതൗജ. ധനം, ആഭിജാത്യം, വലിയ കുലത്തിലൊക്കെ ജനിച്ചു എന്ന ആ ആഭിജാത്യം, സൗന്ദര്യം, രൂപം, തപസ്, പാണ്ഡിത്യം, ഇന്ദ്രിയശക്തി, ഔജഹ ഇന്ദ്രിയശക്തി, തേജഃ പ്രഭാവഃ കാന്തി, പ്രതാപം, ബലപൗരുഷ ബുദ്ധിയോഗാഹ ദേഹശക്തി, പ്രയത്നം, ബുദ്ധി, യോഗവിദ്യകൾ എന്നിവ പരസ്യ പരമോന്നതനായ പുംസഹ ആ ഭഗവാന്റെ ആരാധനായ നഭവന്തി, പ്രീണനത്തിന് കാരണമാകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഭഗവാൻ നോക്കുന്നില്ല. ഈ ലോകത്തിലുള്ളവരാണ് പണമുള്ളവരെ ആരാധിക്കുന്നത്, വലിയ കുലത്തിലുള്ളവരെ ആരാധിക്കുന്നത്, സൗന്ദര്യം നോക്കി അവരുടെ പ്രശസ്തി നോക്കി ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ മുന്നിൽ ഇതിനൊന്നും യാതൊരു വിലയും ഇല്ല എന്ന് അഹം മന്യേ ഞാൻ കരുതുന്നു. ഹി എന്തെന്നാൽ ഭഗവാൻ ശ്രീഹരി ഗജയൂഥപായ ഗജേന്ദ്രന്റെ പേരിൽ ഭക്ത്യ കേവല ഭക്തി കൊണ്ടു മാത്രം തുതോഷ സന്തുഷ്ടനായല്ലോ. ഭഗവാൻ ഭക്തി ഒന്നു മാത്രമാണ് നോക്കുന്നത്, മറ്റെന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ്. 10-ാമത്തെ ശ്ലോകം. വിപ്രാത് ദ്വിഷഡ്ഗുണയുതാത് അരവിന്ദനാഭ പാദാരവിന്ദ വിമുഖാത് സ്വപജം വരിഷ്ഠം മന്യേ തദർപ്പിത മനോവചന ഈഹിതാർത്ഥ പ്രാണം പുനാതെ സകുലം നതു ഭൂരിമാനഃ. ദ്വിഷഡ്ഗുണയുതാത്, ഇപ്പോൾ പറഞ്ഞ ധനം, ആഭിജാത്യം, സൗന്ദര്യം തുടങ്ങി ഒരു 6 ഗുണങ്ങൾ, 12 ഗുണങ്ങൾ തികഞ്ഞിരുന്നവനായാലും അരവിന്ദനാഭ പാദാരവിന്ദ വിമുഖാത്, ഭഗവാന്റെ ആ പാദങ്ങളിൽ വൈമുഖ്യമുള്ള ഭക്തിയില്ലാത്ത, വിപ്രാത് ഒരു ബ്രാഹ്മണനേക്കാളും, അതായത് എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായിട്ട് ഭക്തിയില്ലാത്ത ഒരു ബ്രാഹ്മണനേക്കാളും, തദർപ്പിത ഭഗവാനിൽ അർപ്പിച്ച മനോവചന ഈഹിതാർത്ഥ പ്രാണം, മനസ്സും വാക്കും കർമ്മവും ജീവനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ശ്വപജനുണ്ടെങ്കിൽ, ചണ്ടാളനുണ്ടെങ്കിൽ ഞാൻ അവനെ വരിഷ്ഠം മന്യേ ശ്രേഷ്ഠനായിട്ട് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചണ്ടാളനുണ്ടെങ്കിൽ സഹ കുലംപുനാതി അവൻ തൻ്റെ വംശത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്നു. എന്നാൽ തു ഭൂരിമാനഃ എല്ലാം ഉണ്ട്, പണമുണ്ട്, കുലമഹിമയുണ്ട്, സാത്വികനാണെന്ന അല്ലെങ്കിൽ സാത്വിക വംശത്തിൽ ബ്രാഹ്മണ വംശത്തിലാണ് പിറന്നത് എന്നൊക്കെയുള്ള ഊറ്റം കൊണ്ട് തന്നെപ്പോലും ആർക്കും ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ
പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഭക്തിയുള്ള ഒരുവൻ ഒരു ചണ്ടാളനായിരുന്നാലും അവൻ അവന്റെ കുലത്തെ പോലും ശുദ്ധീകരിക്കുന്നു. അതാണ് ഭക്തിയുടെ ശക്തി. വലിയ വാർത്താ പ്രാധാന്യത്തോടെയൊക്കെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഭഗവാൻ അർപ്പിക്കുന്ന വലിയ വലിയ കോടികളുടെയൊക്കെ ധനസമാഹരണം അല്ലെങ്കിൽ അങ്ങനെ അത്രയും പണം ചെലവഴിച്ചുകൊണ്ടുള്ള ഉപഹാരങ്ങളൊന്നുമല്ല ഭഗവാൻ സ്വീകരിക്കുന്നത് എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. കാരണം നമ്മൾ ഭഗവാന് കൊടുക്കുന്നു എന്നത് ഭഗവാനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. 11ാമത്തെ ശ്ലോകം. നയേവ ആത്മനഃ പ്രഭുഃ അയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷഃ കരുണോ വൃണീതേ യത് യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ച് ആത്മനെ പ്രതിമുഖസ്യ യഥാ മുഖശ്രീഹി. നിജലാഭപൂർണഃ, ഭഗവാന് തന്നെ തന്നെ ലഭിച്ചതിനാൽ പൂർണ്ണനാണ്. ഭഗവാന് നമ്മുടെ യാതൊരു വിധത്തിലുള്ള അർച്ചനകളും അതുപോലെ ഉപഹാരങ്ങളും ഒന്നും വേണ്ട ഭഗവാന്. അയം പ്രഭുഹു, ഈ സർവേശ്വരൻ, അവിദുഷഃ, അല്പജ്ഞരായ ജനാത്, ജനങ്ങളിൽ നിന്ന്, ആത്മനഃ മാനം, തനിക്കെന്തെങ്കിലും നേടാനായിട്ട് ഒരു തരത്തിലുള്ള പൂജാ ഉപഹാരങ്ങളും വൃണീതേന്ന ഏവ, സ്വീകരിക്കുന്നതേയില്ല. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഡംബ് കാട്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭഗവാന് കൊണ്ടുപോയി കൊടുക്കുന്നതൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നതല്ല. എന്നാൽ ഒരു ഭക്തൻ ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാനിൽ ഒരു കാര്യം അർപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് പറയുകയാണ്. അത് ഭഗവാൻ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് യത് മാനം, ഏതെല്ലാം ആളുകളാണോ ഭക്തിയോടുകൂടി ഭഗവാന് പൂജ ഉപഹാരത്തെ ജനഹ ഭഗവതേ വിദധീത, ആരെയും അറിയിക്കാതെ ഭഗവാനായിക്കൊണ്ട് അർപ്പിച്ചേക്കാമോ, തതുച, അതെല്ലാം കരുണഃ മുഖശ്രീ, ഭക്തകാരുണികനായ അവിടുന്ന് അവിടുത്തെ മുഖത്തിന്റെ ശോഭ പ്രതിമുഖസ്യ യഥാ, കണ്ണാടിയിൽ പതിഞ്ഞ അതിൻ്റെ പ്രതിച്ഛായക്കെന്നതുപോലെ ആത്മനെ, തനിക്കു വേണ്ടി സ്വീകരിക്കുന്നതാണ്. അതായത് ഭക്തന്മാർ ഹൃദയശുദ്ധിയോടുകൂടി തങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഭഗവാന് നൽകുന്നതെന്തും ഭഗവാൻ സ്വയം കൈക്കൊള്ളും. പക്ഷേ അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല. അത് മുഖത്ത് ചേർത്ത, നമ്മൾ മുഖത്ത് ഒരു പൊട്ട് കുങ്കുമം അലങ്കാരമാക്കി ഇട്ടിട്ട് കണ്ണാടി നോക്കുമ്പോൾ ആ കണ്ണാടിയിലും ആ കുങ്കുമം ഉള്ളതായിട്ട് നമുക്ക് എങ്ങനെയാണോ നിഴലിക്കുന്നത്, ഇതേപോലെ ഒരു ഭക്തൻ ഭഗവാന് കൊടുക്കുന്നത് ആ ഭക്തനിൽ തന്നെ അത് പ്രതിഫലിക്കുന്നു. ഭക്തന്റെ സന്തോഷം ഭഗവാനിൽ പ്രതിഫലിക്കുന്നു, ഭഗവാന്റെ പ്രസാദം ഭക്തനിൽ സന്തോഷമായി പ്രതിഫലിക്കുന്നു. ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ആളുകളെ വിളിച്ചുകൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നതൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നതേയില്ല. കാരണം അതിൽ അവരുടെ ഡംബ് മുഴുവനും ഉണ്ടാകും. ഞാൻ കൊടുത്തു എന്ന ആ ഒരു അഹങ്കാരം അതിലുണ്ടാകും. 12ാമത്തെ ശ്ലോകം. തസ്മാദഹം വിഗത വിക്ലബ ഈശ്വരസ്യ സർവാത്മനാമഹി ഗൃണാമി യഥാ മനീഷം നീചഃ അജയ ഗുണവിസർഗം അനുപ്രവിഷ്ടഃ പൂയേത യേന ഹി പുമാൻ അനുവർണിതേന. തസ്മാത്, ആകയാൽ, അഹം, ഞാൻ, നീചഃ, നീചജാതിയിലാണ് ജനിച്ചതെങ്കിലും ഭഗവാനോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ട് എന്നതിനാൽ വിഗത വിക്ലബഃ, ശങ്ക കൈവിട്ട്, ഈശ്വരസ്യ മഹി, ഭഗവാന്റെ മഹിമയെ, യഥാ മനീഷം, എൻ്റെ ബുദ്ധിക്കനുസരിച്ച്, സർവാത്മനാ ഗൃണാമി, എല്ലാ പ്രകാരത്തിലും ഞാനിതാ പ്രകീർത്തിക്കുന്നു. നമ്മൾ ഒരു സ്തോത്ര ആലാപനം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഈശ്വരനാമം ഉച്ചരിച്ചുച്ചരിച്ച്
ഹൃദയശുദ്ധി വരാനാണ്. അല്ലാതെ അത് കേട്ട് അവിടെ നിന്ന് ഭഗവാൻ എന്തെങ്കിലും ചിന്തിക്കും, അല്ലെങ്കിൽ ഇവൻ നന്നായി ചൊല്ലുന്നുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കും എന്നൊന്നും കരുതരുത്. നമ്മൾ ഈശ്വര സ്തുതി ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഹൃദയ മാലിന്യമാണ് ഒഴുകി ഇല്ലാതാകുന്നത്. ഏന അനുവർണിതേന, യാതൊന്ന് അനുദിനം പ്രകീർത്തിതമായി എന്നാൽ അജയ, അനാദിയായ അവിദ്യ മൂലം ഗുണവിസർഗം ജനിമൃതി രൂപമായ സംസ്കൃതിയിലേക്ക് അനുപ്രവിഷ്ട വന്നകപ്പെട്ട പുമാൻഹി ജീവൻ തൽക്ഷണം പൂയേത, വിശുദ്ധനായേക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ ബുദ്ധിക്കനുസരിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ സ്തുതി കൊണ്ട് ഞാൻ തന്നെയാണ് ശുദ്ധനാകാൻ പോകുന്നത്. എന്നെപ്പോലെ തന്നെ ഈ സംസാര ലോകത്തിലേക്ക് വന്ന എല്ലാ അജ്ഞാനികളും ഈ സ്തുതിയിലൂടെ വിശുദ്ധരാകട്ടെ, അങ്ങനെ ആയേക്കാം എന്നൊരു പ്രതീക്ഷയും പ്രഹ്ലാദൻ പങ്കുവെക്കുന്നു. 13-ാമത്തെ ശ്ലോകം. സർവേ ഹി അമീ വിധികരാഹ തവ സത്വധാംനോ ബ്രഹ്മാദയോ വയം ഇവ ഈശ ന ച ഉദ്വിജന്തഃ ക്ഷേമായ ഭൂതയ ഉത ആത്മസുഖായ ച അസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഹി. ഹേ ഈശ, അങ്ങയെ കണ്ട് ഉദ്വിജന്തഃ ഭയന്നുകൊണ്ടിരിക്കുന്ന അമീ സർവേ ബ്രഹ്മാദയ, ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാം സത്വധാംനഃ സത്വഗുണത്തിന്റെ ആസ്ഥാനമായ തവ വിധികരാഹ അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ്. അതേസമയം ഞാൻ ജനിച്ച അസുരകുലമൊക്കെ, അസുരകുലത്തിലുള്ളവരെല്ലാം അങ്ങയെ നിന്ദിക്കുന്നവരാണ്. അപ്പം ഞങ്ങളെപ്പോലെ അല്ലല്ലോ. വയം ഇവ നചഹി, ഞാൻ ജനിച്ച അസുരകുലത്തിലെ ആളുകൾ നിന്ദിക്കുന്നത് പോലെ അല്ലല്ലോ. ഇവരൊക്കെ അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ്. എന്നിട്ടും അവരൊക്കെ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ പേടിക്കുന്നു. ഉത്ത, അതിനും പുറമെ രുചിര അവതാരൈഹി, അങ്ങയുടെ മനോമോഹനങ്ങളായ അവതാരങ്ങളെ കൊണ്ടുള്ള ഭഗവതഃ വിക്രീഡിതം, അങ്ങയുടെ വിവിധ വിനോദം തന്നെ. അങ്ങ് എന്തിനാണ് ഭൂമിയിൽ അവതരിക്കുന്നത്? അങ്ങയിൽ സർവവും സമർപ്പിച്ചിരിക്കുന്ന ഭക്തർക്ക് കൂടുതൽ ആനന്ദത്തെ കൊടുക്കാൻ, ആ രൂപം കണ്ട് ആസ്വദിക്കാനല്ലേ. അസ്യ ക്ഷേമായ, ഈ ലോകത്തിന്റെ സുസ്ഥിതിക്കും ഭൂതയെ അഭ്യുദയത്തിനും ആത്മസുഖായച്ച, അവർക്ക് ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യാനും വേണ്ടിയല്ലേ. അതായത് പറഞ്ഞു വരുന്നത്, അങ്ങ് ഇങ്ങനെ പേടിപ്പിക്കാതെ അവർക്കടുത്തു വന്നൊന്ന് സ്തുതിക്കാൻ ആ ഒരു ധൈര്യം കിട്ടാൻ ഭഗവാനെ അങ്ങയുടെ കോപം ശമിപ്പിക്കൂ എന്നാണ് പറഞ്ഞു വരുന്നത്. 14-ാമത്തെ ശ്ലോകം. തത് യച്ഛ മന്യും അസുരഃ ച ഹതഃ ത്വയാ അദ്യ മോദേത സാധുഃ അപി വൃശ്ചിക സർപ്പഹത്യ ലോകാഃ ച നിർവൃതിം ഇതാഃ പ്രതിയന്തി സർവേ രൂപം നൃസിംഹ വിഭയായ ജനാഃ സ്മരന്തി. തത്, അതിനാൽ, മന്യും യച്ഛ, കോപത്തെ അടക്കിയാലും, അസുരഃ ച, അങ്ങ് ആരെ വധിക്കാനാണോ ഈ രൂപം സ്വീകരിച്ചത് ആ അസുരൻ ത്വയാ അദ്യ ഹതഃ, അങ്ങയാൽ ഇന്ന് വധിക്കപ്പെട്ടുവല്ലോ. നമ്മൾ ഈ വിഷമുള്ള വൃശ്ചിക സർപ്പഹത്യ, വൃശ്ചികം എന്നത് തേളാണ്. വൃശ്ചിക മാസത്തെ കുറിക്കാനുള്ള ആ ഒരു ചിഹ്നമാണ് തേള്. അപ്പോൾ തേളിനെയോ സർപ്പം പാമ്പിനെയോ ഒക്കെ കൊന്നതുപോലെയാണ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ശൗര്യം, ആ ഉഗ്രകോപം തീരേണ്ടതല്ലേ. സാധുഹു അഭിമോദേത, ഇങ്ങനെ വധിക്കപ്പെടുമ്പോൾ ഏത് ഹൃദയാലുവും അതിൽ സന്തോഷിക്കും. ലോകാഃ ച സർവേ, ലോകവാസികൾ എല്ലാവരും ഈ അസുരന്റെ വധത്തെ തുടർന്ന് നിർവൃതിം ഇതാഹ, മനസുഖത്തെ പ്രാപിച്ചവരായിട്ട് ഒപ്പം അങ്ങയുടെ കോപശമനത്തെയും പ്രതിയന്തി, പ്രതീക്ഷിക്കുന്നുണ്ട്. ഹേ നൃസിംഹ, അല്ലയോ നരസിംഹമൂർത്തെ, രൂപം ജനാഹ, ഈ സ്വരൂപത്തെ ജനങ്ങൾക്ക് വിഭയായ, ഭയം അകലുന്നതിന്, സ്മരന്തി, ധ്യാനിച്ചുകൊള്ളുന്ന രീതിയിൽ അങ്ങൊന്ന് ശാന്തമാക്കിയാലും. അപ്പോഴല്ലേ ഭക്തന്മാർക്ക്
അങ്ങയെ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രഹ്ലാദ, നിനക്ക് എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുവോ? അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ഉഗ്രകോപത്തെ ഞാൻ ഉപസംഹരിക്കാം എന്നാണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ട. കാരണം ഞാൻ അങ്ങയെ കണ്ട് പേടിച്ചിട്ടില്ല. 15ാമത്തെ ശ്ലോകം. ന അഹം ബിഭേമി അജിത തേ അതിഭയാനകാസ്യ ജിഹ്വാ അർക്കനേത്ര ഭൃഗുഡീ രഭസ ഉഗ്രദംഷ്ട്രാത് ആന്ത്രസ്രജഃ ക്ഷതജകേസര ശംകുകർണാത് നിർഹ്രാദഭീത ദിഗ് ഇഭാത് അരിഭിന്നഖാഗ്രാത്. ഹേ അജിത, അതിഭയാനക ആസ്യ ഭീതികരമായ അങ്ങയുടെ വായും ജിഹ്വ നാക്കും അർക്കനേത്രം സൂര്യനെപ്പോലെ പ്രഭ ചുരിയുന്ന അങ്ങയുടെ കണ്ണുകളും ഭൃഗുഡീരഭസഹ പുരികക്കൊടികളുടെ ആ ചുഴറ്റലും ഉഗ്രദംഷാത് ക്രൂരദംഷകളും ഉള്ള ആന്ത്രസ്രജഃ തൻ്റെ അച്ഛനായ അസുരന്റെ കുടൽമാല അണിഞ്ഞ ക്ഷതജകേസരം ചോരപുരണ്ട കണ്ഠരോമങ്ങളും ശംഖുകർണാത് കുറ്റി പോലെ ഇളകാത്ത കാതുകളുമുള്ള നിർഹ്രാദഭീത ഗർജനം കൊണ്ട് ഭയചകിതരായ ദിഗ് ഇഭാത് ദിഗ്ഗജങ്ങളോടുകൂടിയ അരിഭിത് നഖ അഗ്രാത് ശത്രുക്കളെ കീറിപ്പിളരുന്ന നഖ അഗ്രങ്ങളോടുകൂടിയ തേ രൂപാത്ത് അങ്ങയുടെ ഈ രൂപത്തിൽ അഹം ന ബിഭേമി, എനിക്കൊരു ഭയവുമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടല്ല അങ്ങയുടെ ഈ കോപത്തെ ശമിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, പക്ഷെ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? 16ാമത്തെ ശ്ലോകം. ത്രസ്തഃ അസ്മി അഹം കൃപണവത്സല ദുസ്സഹ ഉഗ്ര സംസാര ചക്ര കദനാദ് ഗ്രസതാം പ്രണീതഃ ബദ്ധസ്വകർമ്മഭിഃ ഉഷത്തമാതേ അംഘ്രിമൂലം പ്രീതഃ അപവർഗശരണം ഹ്വയസേ കദാനു. ഹേ കൃപണവത്സല, ദീനജനങ്ങളിൽ ഒരു പിതാവിനെ പോലെ അവരിൽ സ്നേഹത്തെ കൊടുക്കുന്ന ഭഗവാനെ, ദുസ്സഹ ഉഗ്ര സംസാര ചക്രകഥനാത് അസഹ്യവും ഘോരവുമായ ഈ സംസാരചക്രത്തിലെ ദുഃഖത്തിൽ നിന്ന് അഹം ത്രസ്തഹാസ്മി, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഭയമുണ്ട്. ആ സംസാരചക്രത്തിൽപ്പെട്ട ജനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഭയപ്പെടുന്നു. ഗ്രസതാം പിടിച്ചു വിഴുങ്ങുന്ന ദുഷ്ടജന്തുക്കളുടെ ഇടയിൽ സ്വകർമ്മഭിഹി സ്വന്തം കർമ്മപാശങ്ങളാൽ ബദ്ധഃ പ്രണീതഃ ബദ്ധനായി വയ്ക്കപ്പെട്ടവനാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. ഉഷത്തമ അല്ലയോ സർവോത്തമ, പ്രീതഃ ഇങ്ങനെയുള്ള എന്നിൽ പ്രസന്നനായിട്ട് അപവർഗശരണം മോക്ഷസ്വരൂപവും രക്ഷാസ്പദവുമായ തേ അംഘ്രിമൂലം തൃച്ചേവടിയിലേക്ക് കഥാനുഹ്വയസേ എപ്പോഴാണ് എന്നെ വിളിച്ചു ചേർക്കുക. ഈ സംസാരം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ഭഗവാനെ, പക്ഷെ അങ്ങയുടെ ഈ രൂപം എന്നെ ഭയപ്പെടുത്തുന്നില്ല. അങ്ങയിലേക്ക് എപ്പോഴാണ് എന്നെ വലിച്ചു പിടിച്ചാകർഷിച്ചു കൊണ്ടുപോവുക. ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മുക്തിക്കായിട്ട് അങ്ങയിലെ ദാസ്യഭക്തി എനിക്കുണ്ടാക്കിത്തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. 17ാമത്തെ ശ്ലോകം. യസ്മാത് പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിനാ സകല യോനിഷു ദഹ്യമാനഃ ദുഃഖൌഷധം തദപി ദുഃഖം അദദ്ധിയ അഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. യസ്മാത് ഈ ഒരു സംസാര ചക്രത്തിൽ പതിച്ചത് മൂലം പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിന ഇഷ്ടം വന്നണയാതെയും അനിഷ്ടം വന്നു ചേർന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംജാതമാകുന്ന ദുഃഖത്തിന്റെ തീനാളത്താൽ സകല യോനിഷു എത്രയോ ജന്മം ഈ ലോകത്ത് വന്നു, എന്നിട്ടും ദഹ്യമാനഃ ദഹിക്കപ്പെട്ടുകൊണ്ട് അദദ്ധിയ ഞാൻ ആരാണെന്ന് സത്യം അറിയാതെ അഹം ഭ്രമാമി ഞാൻ വട്ടം തിരിയുന്നു. ദുഃഖൌഷധം തത് അപി ഞാൻ ഈ ദുഃഖത്തിൽ നിന്ന് മറികടക്കാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതും ദുഃഖം തന്നെയാണ്. ഹേ ഭൂമൻ,
മേ തവ ദാസ്യയോഗം വദ, എനിക്ക് അങ്ങയുടെ ദാസ്യഭക്തിയാകുന്ന ദുഃഖശമന ഔഷധം ഉപദേശിച്ചു തന്നാലും. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ